നല്ല മൂവി, നല്ല മൂവി, അടിപൊളിയായിട്ട് സൂപ്പർ. ഇവിടെ ലാലേട്ടൻ സൂപ്പർ, നല്ല മൂവിയാണ്. അതെ, നല്ല മൂവി, നല്ല മൂവി. പ്രതീക്ഷിക്കാതെ എൻഡിങ് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ദൃശ്യം അത് തോന്നിന് എനിക്ക് താല്പര്യം ഇല്ല. ഇനി അത് കഥ മുന്നോട്ട് പോയാൽ അത് ആണെങ്കിൽ കുഴപ്പമില്ല, ഇത് മതി എന്നുള്ള ഇതാ. ഞാൻ പക്ഷെ ഭയങ്കര ട്വിസ്റ്റ് പ്രതീക്ഷ വന്നത്, പക്ഷെ അത്രയ്ക്ക് കൊള്ളാം. പക്ഷെ കൊള്ളാം, സസ്പെൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ട്വിസ്റ്റ് ഇല്ല, എന്നാലും ഇടയ്ക്കൊക്കെ ചെറിയ ട്വിസ്റ്റ് കയറി വരും. കണ്ടോണ്ടിരിക്കാൻ നല്ല. പിന്നെ മോഹൻലാലിന്റെ ഇടയ്ക്കുള്ള കുറെ ഡയലോഗൊക്കെ ഭയങ്കര പണ്ടത്തെ മോഹൻലാൽ എന്ന് പറയുമ്പോ പണ്ടത്തെ ഒരു നാടൻ ലുക്കായിരുന്നു. പക്ഷെ ഇപ്പം ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. അഭിനയൊക്കെ പക്ക അടിപൊളി. സാറ്റിസ്ഫൈഡ് ആണ്, അടിപൊളിയായിരുന്നു. ഞാനൊക്കെ സൂപ്പറായിരുന്നു. ഇപ്പൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അതെ, അതിന് ചാൻസ്. ലാലേട്ടന്റെ ബർത്ത്ഡേ അടിപൊളിയായി. ഇത് എന്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ എല്ലാം കാരണം ആന്റണി പെരുമ്പാവൂർ സാറാണ്. പുള്ളിക്ക് മറച്ചു വെച്ചിട്ട് മാർക്കറ്റ് പിടിക്കണം, അതിനാണ് ക്ലൈമാക്സിൽ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി അതാണ്. എല്ലാവർക്കും ജീവിക്കണമല്ലോ. എല്ലാവർക്കും ജീവിക്കണമല്ലോ, മനസ്സിലായില്ലേ? അത്രയും കാണാം. അതാണ് ലാലേട്ടന്റെ ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിത്തു സാറിന്റെയും ബ്രാൻഡ്. അപ്പൊ പിന്നെ കണ്ടോണ്ടിരിക്കാം. ലാസ്റ്റ് ഒരു 15-20 മിനിറ്റ് എൻഗേജിങ് ആണ്, ബാക്കിയെല്ലാം കഥയിലോട്ടുള്ള ഒരു ബിൽഡപ്പ് ആണ്. പിന്നെ നമുക്ക് അതായിരുന്നു. പിന്നെ നമുക്ക് എൻജോയ് ചെയ്യാം, വേറൊരു രീതിയിൽ എൻജോയ് ചെയ്യാം. അത് കണ്ടവർക്ക് മനസ്സിലാവും. പിന്നെ ലാലേട്ടൻ ആസ് യൂഷ്വൽ അടിപൊളിയായിട്ടുണ്ട്. എക്സ്പ്രഷൻസും എല്ലാവരും അല്ല, അങ്ങനെ ഇല്ലല്ലോ, കംപ്ലീറ്റ് ആക്ടർ അല്ലേ, അങ്ങനെ നന്നായിട്ടുണ്ടെന്നൊന്നുമില്ല. ജോർജ് കുട്ടി അടിപൊളിയായിട്ടുണ്ട് ആസ് യൂഷ്വൽ. ലാസ്റ്റ് ലാലേട്ടന്റെ ഒരു പഞ്ചും ഒരു എന്തോ തലയെടുപ്പുള്ള രാജാവിനെ പോലെയുള്ള സാധനം കൊടുത്തിട്ട് ഫാൻസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എക്സ്പെക്ടേഷൻ